ആരാത്? എന്റെ വാക്കിംഗ് സ്റ്റിക്ക് ഇവിടെ വെച്ചിരുന്നാണല്ലോ, എവിടെ പോയി? അല്ല, അതെവിടെ പോയി? താൻ തപ്പിത്തടയണ്ട, അതിവിടെ തന്നെ ഉണ്ട്. അല്ല, അതെവിടെ പോയി? ഇതെന്ത്? ആരാ എന്റെ സ്റ്റിക്ക് എടുത്തത്? ആരാ ഇവിടെ? ഉറുമളെ, കേറി തരും. ആരാ നീ? ആരത്? ആരാ? താൻ എന്റെ അനുവിനെ ഇല്ലാതാക്കാൻ പദ്ധതി ഇടുകയാണല്ലേ? അതിന് ശ്രമിച്ച ഈ കാറ്റാടി മലയിൽ താൻ ഇല്ലാതാവും. മനസ്സിലായടോ? എന്റെ കൂട്ടുകാര് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ തന്നെ കൊല്ലുന്നില്ല. അയ്യോ ഉറുമളെ, ഇവിടെ ആരോ വന്നു. വേറെ ആരോ വന്നു. ആര് വന്നു? ആരാന്നറിയില്ല. ആരോ ഒരുത്ത ഇവിടെ വന്നു. അവനെ എന്നെ തള്ളിയിട്ടത്. നന്ദൻ ഇന്ന് കുടിച്ച സാധനത്തിന്റെ അളവൽപ്പം കൂടിപ്പോയി. നോ നോ നോ, ഞാൻ കണ്ടതാ. ഒരുത്തൻ ഇവിടെ വന്നു, അവൻ എന്നെ ആക്രമിച്ചു. അവനാരാ? നന്ദ, ഇവിടെ നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരുമില്ല. ആരും വന്നിട്ടുമില്ല. ഓവറായിട്ട് കുടിച്ചിട്ട് പിച്ചും പേയും പറയാതെ വാ, വന്ന് കിടക്ക. അല്ല, ഇവിടെ ആരോ വന്നു. വന്നു. അയ്യോ, അനു, ബാക്കിയുള്ളവരൊക്കെ എന്തേ? അതെ, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അനുവിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടാ വരുന്നത്. എന്റെ എന്ത് കാര്യം? അനുവിന്റെ അമ്മ അനുവിനെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകാൻ സാധ്യതയുണ്ട്. നീ ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞതുകൊണ്ടാണല്ലോ നിങ്ങളിത് അറിയിച്ചത്. ഇവളുടെ അമ്മയ്ക്ക് ഏത് നേരം ഇവളെ പിടിച്ചോണ്ട് പോയാണോ പണി? ഇവളിവിടെ നിന്ന് അമ്മയ്ക്കൊപ്പം നാട്ടിലേക്ക് പോയാ ഇവളുടെ അങ്കിൾ ഇവളെ ഇല്ലാതാക്കും. ആ ചെന്നായുടെ മുഖം നിന്റെ അമ്മയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് എന്താ? അമ്മ അത്രയ്ക്ക് അയാളെ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ അതിന് വേറെ മീനിങ് കാണും. ഇവിടെ വെച്ച് ഇവളുടെ അമ്മയെ കണ്ടുമുട്ടിയതാ പ്രശ്നമായത്. ഇവിടെ തന്നെ വന്നെത്തിയല്ലോ അവരും. ഇവളെ കൊണ്ടുപോകാൻ ഇവളുടെ അമ്മ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അതിന്റെ പിന്നിൽ ഇവളുടെ അങ്കിളായിരിക്കും. കിരണേ, ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ നമുക്ക് തിരിച്ചു ഹോസ്റ്റലിലേക്ക് പോവാം. ഹോസ്റ്റലിലേക്ക് പോവാനോ? നിങ്ങൾ ഇവിടെ വന്നത് വെക്കേഷൻ ആസ്വദിക്കാനല്ലേ? അതിനെന്നെ വന്നത്. പക്ഷേ നമുക്കതൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അനുവിന് സന്തോഷം ഇല്ലെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ സന്തോഷം ഉണ്ടാവാനാ? നമ്മൾ വന്നിട്ട് 3-4 ദിവസം ആയല്ലോ. അനുവിന് പ്രശ്നം ഉണ്ടാവുമെങ്കിൽ ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യണ്ട. നിങ്ങൾ അങ്ങനെ തീരുമാനിക്കില്ലേ? അനുവിന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് അറിഞ്ഞ് നിങ്ങൾ ഇവിടെ കൊണ്ട് ഓടിപ്പോവും. അങ്ങനെ ഓടിപ്പോയാ നിങ്ങൾ ഏതൊരു ഓടും. എങ്ങോട്ട് പോയാലും അനുവിന്റെ അമ്മയും അങ്കിളും ഇയാളുടെ പിന്നാലെ വരും. നിങ്ങൾ ഹോസ്റ്റലിൽ പോയാ അവിടെ ഇയാളുടെ അമ്മ വരില്ലെന്ന് എന്താ ഉറപ്പ്? അമ്മയും അങ്കിളിനെയും പേടിച്ച് ഇവിടുന്ന് പോവല്ല വേണ്ടത്.
അനുവിനെ നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള വഴികൾ ആലോചിക്കണം. നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ലെങ്കിൽ ഞാൻ അനുവിനെ സംരക്ഷിക്കും. അനു, ഞാൻ കൂടെ ഉള്ളപ്പോ തന്നെ ആരും പിടിച്ചോണ്ട് പോവില്ല. ആരവ്, നിന്റെ ആത്മാർത്ഥത എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ വെച്ച് അവരുമായിട്ടൊരു ക്ലാഷ് വേണ്ട. അമ്മയും അങ്കിളും ഇവിടെ താമസിച്ചോട്ടെ, നമുക്ക് തിരിച്ചു പോവാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. വാ, നമുക്ക് റൂമിലേക്ക് പോവാം. ഇവരെല്ലാം ഇവിടെ നിന്ന് പോയാ ഞാൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം നടക്കാതെ പോകുമല്ലോ. അത് പാടില്ല.